എക്സിറ്റ് പോൾ ഫലം കഴിഞ്ഞ ദിവസം പുറത്തുവന്നപ്പോൾ തമിഴ്നാട്ടിലെ ഫലം എങ്ങനെയാകുമെന്ന് പ്രവചിക്കാൻ പറ്റാതെയായി. തമിഴ്നാട്ടിൽ DMK ഭരണം വരുമെന്ന പ്രവചനമാണ് കൂടുതൽ. പുറത്തുവന്ന 8 എക്സിറ്റ് പോൾ പ്രവചനത്തിൽ 5 DMK മുന്നണി ഭരണം തുടരുമെന്ന് പ്രവചിക്കുന്നു. അണ്ണാ DMKയുടെ നേതൃത്വത്തിലുള്ള NDA ഭരണം നേടുമെന്നാണ് പ്രവചിക്കുന്നത്. ഒരു സർവേ TVK ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയോ ഭരണം നേടുകയോ ചെയ്യുമെന്നും പ്രവചിക്കുന്നു. പതിവ് തെറ്റിച്ച് ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന തമിഴ്നാട്ടിലും 3 കക്ഷികൾക്കും എക്സിറ്റ് പോളിൽ അനുകൂല ഫലമുണ്ടാകുന്നതും ആദ്യം. 8-ൽ 7 എക്സിറ്റ് പോളിലും വിജയി തരംഗം പ്രതീക്ഷിച്ചതുപോലെ ആഞ്ഞടിച്ചില്ല എന്ന സൂചനയാണ് നൽകുന്നത്. ആ ഫലങ്ങൾ പ്രകാരം വിജയുടെ TVK പരമാവധി 26 സീറ്റുകൾ നേടും. 234 സീറ്റുകളുള്ള നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് വേണ്ടത്. ഭരണവിരുദ്ധ വോട്ടുകൾ വിഘടിച്ചുപോയെന്ന സൂചനയാണ് DMKയ്ക്ക് അനുകൂലമായ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നൽകുന്നത്. ശരിവെക്കുന്ന രീതിയിലേക്ക് യഥാർത്ഥ ഫലം വന്നാൽ TVK വോട്ട് ചോർത്തിയത് NDയുടേതാണെന്ന് വിലയിരുത്തപ്പെടും. അണ്ണാ DMKയ്ക്ക് അനുകൂല ഫലം നൽകുന്നത് നേരിയ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് മാത്രമാണ്. ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ TVK നിർണായകമാകുമെന്ന സൂചന കൂടി എക്സിറ്റ് പോൾ ഫലം നൽകുന്നുണ്ട്. 2 മുന്നണിയിലും TVKയിലും ഉൾപ്പെടാത്തവർക്കും സീറ്റ് പ്രവചനം ഇത്തവണ എക്സിറ്റ് പോളിലുണ്ട്. അത് ശരിയായാൽ സീമാന്റെ നാം തമിഴർ കക്ഷി തമിഴ്നാട്ടിൽ അക്കൗണ്ട് തുറക്കും. DMK സഖ്യം അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുന്ന ഏജൻസികളാണ് പീപ്പിൾസ് പൾസ്, NDTV, PMark, മാട്രേസ്, ചാണക്യ, പീപ്പിൾസ് ഇൻസൈറ്റ്, പൊളിറ്റിക്കൽ ലാബ്, അഗ്നി. NDA സഖ്യം അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുന്ന ഏജൻസികളാണ് ടൈംസ് നൗ, വോട്ട് വൈബ്, CNN, ഡെമോസ് പ്രോജക്ട്, സ്പൈക്ക്, ഇടംവലം. TVക്ക് അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുന്ന ഏജൻസിയാണ് ആക്സിസ് മൈ ഇന്ത്യ, തൂക്കസഭയെന്ന് പ്രവചിക്കുന്നത് കാമാഖ്യ അനാലിറ്റിക്സ്. അതേസമയം TVക്ക് അധികാരത്തിലെത്തുമെന്ന എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൽ ചില ചലനങ്ങൾ നടന്നിട്ടുണ്ട്. വേണ്ടി വന്നാൽ വിജയിക്ക് കൈകൊടുക്കുമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു ശേഷം തമിഴ്നാട്ടിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് കോൺഗ്രസ് സൂചിപ്പിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് DMKയുമായി കോൺഗ്രസ് സഖ്യത്തിൽ തുടരാൻ തീരുമാനിച്ചത്. തമിഴ്നാട് കോൺഗ്രസിലെ ഒരു ഭാഗം നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകവുമായി മുന്നണി ബന്ധമുണ്ടാക്കാനാണ് ആഗ്രഹിച്ചത്. TVKയുമായി സഖ്യമുണ്ടാക്കിയാൽ കൂടുതൽ നിയമസഭാ സീറ്റുകളിൽ മത്സരിക്കാനും സംഘടനയെ ബൂത്ത് തലത്തിൽ ശക്തിപ്പെടുത്താനും കഴിയുമായിരുന്നുവെന്നാണ് കോൺഗ്രസിലെ ഒരു ഭാഗം പറയുന്നത്. രാഹുൽ ഗാന്ധിയും ഇതിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ DMK നേതൃത്വം സോണിയാഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ തുടങ്ങിയവരെ സ്വാധീനിച്ച് സഖ്യം ഉറപ്പിക്കുകയായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് നൽകിയതിനേക്കാൾ 3 നിയമസഭാ സീറ്റ് കൂടുതലായും 1 രാജ്യസഭാ സീറ്റുമാണ് DMK കോൺഗ്രസിന് വിട്ടുകൊടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിലും സ്റ്റാലിനും രാഹുൽ ഗാന്ധിയും വേദി പങ്കിടാതിരുന്നതും വിവാദമായിരുന്നു. സംസ്ഥാന കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായ നിലയിൽ തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷനായ ഷെൽവ പെരുന്തകൈ പദവി രാജിവെക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പേ പ്രഖ്യാപിച്ചിരുന്നു. ഷെൽവ പെരുന്തകൈ രാജിവെച്ചതിനു ശേഷം സംഘടനയിൽ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ വ്യാപകമായ അഴിച്ചുപണി നടത്താനാണ് തീരുമാനം. രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശാനുസരണമാണിത്. തമിഴ്നാട് നിയമസഭയിൽ DMKയ്ക്ക് തനിച്ച് 118 സീറ്റ് കേവല ഭൂരിപക്ഷം ലഭ്യമാവാതെ വരികയും കോൺഗ്രസ് MLAമാരുടെ പിന്തുണ ആവശ്യമാവുന്നതുമായ സാഹചര്യമുണ്ടായാൽ സംസ്ഥാന ഭരണ പങ്കാളിത്തം ആവശ്യപ്പെടാനാണ് തീരുമാനം. DMKയ്ക്ക് സ്വന്തം നിലയിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചാൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ പ്രവർത്തിക്കാനാണ് കോൺഗ്രസ് നീക്കം. 2 ദശാബ്ദകാലമായി DMKയുമായി സഖ്യമുണ്ടാക്കിയ നിലയിൽ കോൺഗ്രസിന് സംഘടനാതലത്തിൽ ശോഷണമാണ് സംഭവിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.